മഞ്ജു വാര്യരോട് തനിക്ക് പ്രണയമാണെന്ന് മുൻപ് സംവിധായകൻ സനൽകുമാർ പറഞ്ഞിരുന്നു. മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണെന്നായിരുന്നു സനൽകുമാർ ആരോപിച്ചത്. ഇത് സംബന്ധിച്ച് നിരന്തരം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതോടെ മഞ്ജു സനലിനെതിരെ പോലീസിൽ പരാതി നൽകി. തന്നെ പുറകെ നടന്ന് പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടിയുടെ കേസ്. പരാതിയിൽ പോലീസ് സനലിനെ അറസ്റ്റും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചു. നിലവിൽ അമേരിക്കയിലാണ് സനൽ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ജു വാര്യരെക്കുറിച്ച് വീണ്ടും പോസ്റ്റുകൾ പങ്കുവെക്കുകയാണ് സനൽ. മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ച കോൾ റെക്കോർഡ് പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പും സനൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. എന്നാൽ അത് മഞ്ജുവിന്റെ ശബ്ദമല്ലെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴിതാ വീണ്ടും ഇക്കാര്യത്തിൽ കുറിപ്പ് പങ്കിട്ടെത്തിയിരിക്കുകയാണ് സനൽ. മഞ്ജുവിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സംവിധായകൻ. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പ് ഇങ്ങനെ: സമൂഹം ഒരു തമാശയാണ്, അങ്ങനെയൊന്നും നിലനിൽക്കുന്നു എന്ന് തന്നെയില്ല. എൻ്റെയോ നിൻ്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ടു മനുഷ്യരാണല്ലോ ഉള്ളത്. അതാരായിക്കോട്ടെ, ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ളയാളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകും എന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത്. അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ? അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ തിരക്കിപ്പോകാൻ സമൂഹം തയ്യാറാവേണ്ടതല്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഇതൊരു പാഴ് സമൂഹമാണ്. ഞാൻ തോൽവി സമ്മതിച്ചു. മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു. ഇപ്പോൾ ഭയവും ആദിയുമാണ്. നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാനും കഴിയുന്നില്ല. കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കിവിടും പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു. നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ മറ്റെന്താണ് വഴി? എന്താണ് ഈ ലോകത്ത് ഇത്ര ക്രൂരമായി പോകുന്നതിൻ്റെ കാരണമെന്നും ഇദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. അതേസമയം പോസ്റ്റിന് താഴെ സനലിനെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. മഞ്ജു വാര്യരെ സനൽ സ്റ്റോക്ക് ചെയ്യുകയാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത്. ആ ഓഡിയോ കേട്ടാൽ തന്നെ മഞ്ജുവിൻ്റെ ശബ്ദമല്ലെന്ന് മനസ്സിലാകുമെന്നും ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നും ചിലർ കുറിച്ചു. എന്നാൽ താൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആ ഓഡിയോ തൻ്റേതല്ലെന്ന് എന്തുകൊണ്ട് മഞ്ജു വാര്യർ നിഷേധിക്കാത്തത് എന്നാണ് സനൽകുമാർ ചോദിക്കുന്നത്. പത്രസമ്മേളനം നടത്തി ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് എന്തേയെന്നും സനൽ ചോദിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോഴത് ഉറപ്പാണ്. അറിയാവുന്ന പണി ചെയ്യൂ, ആ സ്ത്രീയെ ജീവിക്കാൻ വിടൂ എന്നൊക്കെ ഉപദേശിക്കുന്നവർ യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരുടെ സ്വസ്ഥമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് മറ്റൊന്നാണ്. മറ്റാരുടെയോ നിയന്ത്രണത്തിലുള്ള അവരുടേതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഫോണിൽ വിളിച്ച് അയാൾക്ക് പ്രാന്താണല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം സ്വതന്ത്രമായ ഒരു പരസ്യ പ്രതികരണം നടത്താനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ രഹസ്യമായി ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുകയായിരുന്നില്ലല്ലോ. എൻ്റേതെല്ലാം പരസ്യ പ്രതികരണമായിരുന്നു. പ്രണയത്തിൻ്റെ കാര്യം മാറ്റിവെക്കൂ. അതുമാത്രമല്ലല്ലോ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ. എനിക്കെതിരെ കേസ് കൊടുത്തത് മഞ്ജു വാര്യരുടെ അറിവോടെയല്ല എന്ന എൻ്റെ ആരോപണം ശരിയാണോ? അത് തെറ്റാണെങ്കിൽ 3 വർഷമായിട്ടും ആ കേസിൽ തെളിവ് കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഞാനിപ്പോൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ എന്നോട് സംസാരിച്ചിരിക്കുന്നത് മഞ്ജു വാര്യറാണോ? അല്ലെങ്കിൽ അത് താനല്ല എന്ന് ഒരു പരസ്യ പ്രതികരണം നടത്താൻ എന്തുകൊണ്ട് മഞ്ജു വാര്യർ തയ്യാറാകുന്നില്ല? ഞാനും മഞ്ജു വാര്യരുമായുള്ള പ്രശ്നങ്ങൾ, എനിക്കെതിരെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന കേസ്, കയറ്റം എന്ന സിനിമ പൂഴ്ത്തിവെച്ച സംഭവം, നേരിട്ട് ഫോണിൽ പോലും സംസാരിക്കാൻ പാടില്ല എന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? അങ്ങനെ ഒരു ബാഹ്യനിയന്ത്രണം ഇല്ല എങ്കിൽ നേരിട്ടോ വീഡിയോ കോൺഫറൻസിലോ ഇക്കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പിലെത്താൻ മഞ്ജു വാര്യർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഇത്രയും ചോദ്യങ്ങൾക്കുത്തരം പറയേണ്ടത് ആരാണ്? ഈ വിഷയത്തിൽ നേരിട്ടുള്ള ഒരറിവുമില്ലാത്ത ഏതെങ്കിലും വഴിപോക്കരാണോ? അതോ മഞ്ജു വാര്യരോ? ആലുവ മണപ്പുറത്ത് വെച്ച് മഞ്ജു വാര്യരെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവർക്ക് വരെ ഉറപ്പാണ് ഇത് മഞ്ജു വാര്യരല്ല. അതേസമയം സനലിനെതിരെ നിരവധി പേരാണ് കമൻറ്റുകളിലൂടെ രംഗത്തെത്തുന്നത്. മഞ്ജുവിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം താനും മഞ്ജുവും തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്ന പേരിൽ പുറത്തുവിട്ട ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: 2 വർഷമായി നീ എന്നെ പ്രണയിച്ചു. എൻ്റെ കൂടെ പകലും രാത്രിയുമൊക്കെ ഫോൺ ചെയ്തു. എൻ്റെ കൂടെ നിന്നു. എനിക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ തന്ന് പ്രണയമാണ് എന്ന് പറഞ്ഞ് എന്നെയും എവിടെയും വിടാതെ പിടിച്ചു വെച്ചിട്ട് നീ ഇപ്പോഴെന്താണ് ഒഴിഞ്ഞു മാറുന്നതെന്നാണ് ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീയോട് സനൽകുമാർ ചോദിക്കുന്നത്. 2 വർഷം കൊണ്ടെല്ലാം ശരിയാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ അതിന് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണെന്നും അയാൾ പറയുന്നുണ്ട് ഫോണിലൂടെ. അപ്പോൾ സനൽ ചോദിക്കുന്നത്, നീ പൊയ്ക്കോ, നിന്റെ പ്രണയം എനിക്ക് വേണ്ട. പക്ഷേ എനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കുമെന്നാണ് സനൽ പറയുന്നത്. പക്ഷേ ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീ പറയുന്നത്, എനിക്കതിന് കഴിയില്ല, അതൊക്കെ എൻ്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറമായി. അതൊക്കെ വഴിയേ ശരിയായിക്കോളും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. അപ്പോൾ സനൽകുമാർ പറയുന്നത്, എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? എൻ്റെ സിനിമയുടെ കാര്യം പറയൂ.
എൻ്റെ കാര്യങ്ങൾ ഇനി എൻ്റെ ജീവിതവും എല്ലാം നശിപ്പിച്ചു. എൻ്റെ സിനിമാ ജീവിതവും നശിപ്പിച്ചു. ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ പോകും. നിനക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നീ പറയുന്നു. എന്താണ് കാര്യം? നീ ആരെയാണ് ഭയക്കുന്നത്? നിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് നീ പറയുന്നു. എന്നാൽ നിൻ്റെ അമ്മയും ചേട്ടനും നിൻ്റെ വീട്ടുകാരും ഒന്നും ഇതറിയുന്നില്ലേ? അവരുടെ കൺട്രോളിലല്ലേ നീയുള്ളത്? അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലേ എന്നൊക്കെ സനൽകുമാർ ആവർത്തിച്ച് ഈ കോളിൽ ചോദിക്കുന്നത് കാണാം. എന്നാൽ സ്ത്രീ പറയുന്നത്, അല്ല, അവരുടെ കൺട്രോളിലല്ല എൻ്റെ ജീവിതം. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിൻ്റെ കേസിൻ്റെ കാര്യത്തിലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിതെല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന തരത്തിലാണ് പറയുന്നത്. ഫോൺ സംഭാഷണം കേട്ടാൽ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഇപ്പോൾ ഈ ബന്ധം എതിരെയുള്ള സ്ത്രീ അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലാണ് ഫോൺ സംഭാഷണം പ്രചരിക്കുന്നത്. പക്ഷേ ഇത് മഞ്ജു ആണെന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും ഇല്ല. ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീയുടെ ശബ്ദം കേട്ടാൽ മറ്റേതോ നാട്ടിലുള്ള സ്ത്രീ സംസാരിക്കുന്നത് പോലെയാണ്. അവരുടെ ഭാഷാശൈലിയിലും വ്യത്യാസമുണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ 1000 അഭിമുഖങ്ങളും ശബ്ദങ്ങളും കേട്ടിട്ടുള്ള ഒരു സാധാരണക്കാരന് പോലും മഞ്ജുവിൻ്റെ ശബ്ദമല്ല ഇത് എന്ന തരത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശമാണ് ഫോണിലൂടെ പ്രചരിക്കുന്നത്. നിരവധി ആളുകൾ സനലിനെ വിമർശിച്ചാണ് രംഗത്തെത്തുന്നത്. ആ സ്ത്രീയെ മനസമാധാനമായി ജീവിക്കാൻ വെറുതെ വിടൂ, സൈബർ സെല്ലിൽ കൊടുത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ നിരവധി ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ സനൽകുമാർ ചോദിക്കുന്നത്, മഞ്ജു എന്താണ്? ഇത് മഞ്ജുവിൻ്റെ ശബ്ദമല്ലെങ്കിൽ എന്തുകൊണ്ട് മഞ്ജു എനിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? രംഗത്ത് വന്ന് പറയാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്നും സനൽകുമാർ ചോദിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങളിലെ സംസാരമാണിത്. ഇതിനേക്കാളും എന്തു വലിയ തെളിവാണ് ഞങ്ങൾ പ്രണയത്തിലാണ് എന്നതിന് വേണ്ടതെന്നും സനൽകുമാർ ചോദിക്കുന്നുണ്ട്.